നമുക്കിന്നൊരു കുക്കിംഗ് വ്ളോഗ് കാണാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. കാരണം ഭയങ്കര വലിയ വീഡിയോ ഒന്നും അല്ല. എനിക്കങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാൻ എപ്പോഴും പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉള്ളപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യാം, അത് ചൂടാക്കി കഴിക്കാൻ വേണ്ടി പറ്റും. ഞാൻ നെല്ലറേൻ്റെ ഒരു ഗീ റൈസിൻ്റെ മേടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചോറ് വെച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു അരിയിൽ ഫുഡ് വെക്കുന്നത് തന്നെ. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ അതിൽ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. കുഞ്ഞൊരു വ്ളോഗായിരിക്കും. ഞാൻ ഫുൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക. മേ ബി കാരണം അതായിരിക്കും ഏറ്റവും ബെറ്റർ. കുക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നമുക്കൊരു വീഡിയോ നോക്കി നോക്കാം അല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും കുക്കിംഗ് വ്ളോഗ് ഇഷ്ടമാണെന്നുള്ളതും എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെന്നുള്ളതും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളി, തേങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുക്കർ ആദ്യം ഒന്ന് കഴുകിയിട്ട് അതിൽ നമുക്ക് അരി ഒന്ന് സെറ്റാക്കണം. പിന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. വെണ്ടയ്ക്ക് ഞാൻ ഒരു 1/2 കിലോ വെണ്ടയ്ക്കോളം മേടിച്ചിട്ടുണ്ട്. ഒരാഴ്ച തള്ളി നീക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെക്കണമല്ലോ നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടാണ് ചില ആൾക്കാരൊക്കെ ഓരോന്നും അരിഞ്ഞ് അരി ഇടുന്നവരുണ്ട്. ചിലർ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ട് ഇടുന്നവരുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ 1/2 കിലോയിൽ ഞാനൊരു പാതി വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ട് ഞാൻ ചോക്ക് ചെയ്ത് മതിയായിരിക്കും, കാരണം കൂടുതലായിരിക്കും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വേറെ ഏതെങ്കിലും ദിവസം വെക്കാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. കാരണം അരിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറച്ചുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഉള്ളി ഇരിക്കുന്നുണ്ട്. ഈ ഉള്ളി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തുറക്കാനായിട്ട് എനിക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ ഉള്ളി ഞാൻ ഒരു 2 എടുക്കുന്നുണ്ട്. തക്കാളി എടുക്കുന്നുണ്ട്. ഈ തക്കാളി ഞാൻ എടുക്കുന്നത് ഇതിലിടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി എടുക്കുന്നത്. കാരണം എനിക്ക് ഈ ഉള്ളിയും തക്കാളി ഇട്ടിട്ടുള്ള അത് തന്നെ ഉള്ളിയും തക്കാളിയും തൈരൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ചെറിയ ഉള്ളിയില്ലേ, എനിക്ക് ഇപ്പോൾ ഏത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ ചെറിയ ഉള്ളി ഇടും. അങ്ങനെ ചെറിയ ഉള്ളി ഇട്ടു. പിന്നെ ഇത് ഗ്ലാസ്സിലാണ് ഞാൻ അരി അളവെടുക്കുന്നത്. എനിക്ക് അരി അളവെടുക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് എത്രയാണ് അളവ്, എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് എത്രയാണ് വേണ്ടതെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. എന്തായാലും ഞാനത് അതവിടെ വെച്ചു. അപ്പോൾ അതിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ കേൾക്കും കുക്കറിലായതുകൊണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ട് മേടിച്ചുകൊണ്ടത് എത്ര വിസിൽ കേൾക്കണം എന്ന് എനിക്ക് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 3 വിസിലാക്കിയപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ എന്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ വെണ്ടയ്ക്ക് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വെണ്ടയ്ക്ക് നമ്മൾ 2 രീതിയിലാണല്ലോ, ഒന്ന് നീളത്തിനും ഒന്ന് വട്ടത്തിനും. ഞാനിപ്പോൾ അരിയുന്നത് വട്ടത്തിനാണ്. ശരിക്കും എനിക്ക് നീളത്തിന് അരിയുന്ന വെണ്ടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വെണ്ടയ്ക്കും ഞാൻ എടുത്തിട്ട് അരിയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. കാരണം കുറച്ചേ ഉള്ളൂ എന്ന് ഫീൽ ചെയ്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബാക്കി നമ്മുടെ വെണ്ടയ്ക്കയും കൂടി എടുത്തിട്ട് അരിയുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഉള്ളതുപോലെ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് അത്. അപ്പോഴത്തേക്കും നമ്മുടെ വിസിൽ ഒരു 3 തവണ കുക്കറിൽ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇവിടെ അത് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ റൈസ് അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഒരു വെണ്ടയ്ക്ക വീക്ക് വെക്കാന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാൻ ഈ ഉള്ളി അരിയുന്നത്. ഈ ഉള്ളി അരിയുന്നത് സാലഡ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. കുറച്ച് ഞാൻ വെണ്ടയ്ക്കൊക്കെ ഇടും അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഞാൻ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ, എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയണത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അല്ല, നമ്മുടെ ചെറിയ ഉള്ളി എരിയുന്നുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഈ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടാക്കുന്ന ഏതൊരു ഐറ്റംസും ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ എന്ത് ചെയ്യുക വെച്ചാൽ ചിക്കൻ കറിയൊക്കെ എനിക്ക് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കി തരൂ, ചെറിയ ഉള്ളി വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി തരൂ. ഞാനപ്പോഴേക്ക് എത്രത്തോളം ഇരുന്ന ആ ചെറിയ ഉള്ളി വേണം, എന്തോരം ഉണ്ടെങ്കിലാണ് ആ ചിക്കൻ കറി ആവുക. നമുക്കിപ്പോൾ സവാള തന്നെ ഞാൻ 4-5 എണ്ണമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ, ഗ്രേവി പരുവത്തിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ തന്നെ. ചെറിയ ഉള്ളിക്ക് ഭയങ്കര പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫുഡ് എന്തുണ്ടാക്കിയാലും. അപ്പോൾ അതേ ഞാൻ അവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചെറുത് ഞാൻ മേടിച്ചപ്പോൾ ചെറുതായിപ്പോയി, ഓർഡർ ചെയ്തത് എന്തായാലും ചെറുതായിപ്പോയി. അപ്പോൾ ആ വെളിച്ചെണ്ണ ഫുള്ള് ഞാൻ അതിൽ ഇടുന്നുണ്ട്.
ഞാൻ വേറെ എന്തോ ആലോചിക്കുകയാണ് അവിടെ നിന്നിട്ട്. വേറെ എന്തെങ്കിലും വേണമെന്നുള്ളത്. പിന്നെ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും പിന്നെ നമ്മുടെ എന്താ കറിവേപ്പിലയും ആദ്യം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഈ ഉള്ളി സാമഗ്രികളൊക്കെ നമ്മൾ ഇടേണ്ടത്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സാധനങ്ങൾ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരുവാണ് നിങ്ങൾക്ക്. ഇതേ പുകയൊക്കെ അവിടെ പറക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അതങ്ങനെയാണ്. മറ്റേത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ടിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത പാത്രം ചെറുതായിപ്പോയി ഗൈസ്. കുറേ ആൾക്കാർ എനിക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഇല്ല ഭയങ്കര സന്തോഷമാണ്. കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യം എന്താ, എപ്പോഴും ഇങ്ങനെയാണോ, എപ്പോഴും ഒരുപോലെയാണോ എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഡെയിലി നമ്മുടെ ഡേ ഏകദേശം ഒരുപോലെ അല്ലെങ്കിലും ഇടയ്ക്ക് മാറ്റമുണ്ടാവും, ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്ന് ഞാൻ നിങ്ങളായിട്ട് വെറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണിക്കണം, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ദിവസം വരുമ്പോൾ കാണിക്കണം എന്നാണ് എൻ്റെ മൈൻഡിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറയില്ല സന്തോഷം എപ്പോഴും ഒരുപോലെ അല്ലാന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് എപ്പോഴും സന്തോഷമൊന്നുമല്ല, ഇടയ്ക്ക് സന്തോഷം ഇടയ്ക്ക് സങ്കടം അങ്ങനെയാണ്. പിന്നെ നമ്മളെപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഈ കണ്ണേറ് കിട്ടും എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞില്ല, നമ്മൾ ഈ സന്തോഷങ്ങൾ ഒരുപാട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ കാണിക്കാത്തതാണ് നല്ലത്. കാരണം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ എന്ന് നമ്മുടെ സന്തോഷങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ ഇത് കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർ, അവർക്കൊരു വിഷമായിരിക്കും അല്ലേ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്നും കാണിക്കലില്ലെങ്കിൽ പോലും എൻ്റെ ഇത് കാണിക്കലുണ്ട്. പിന്നെ എന്താ പറയുക, വേറെന്താ പറയുകയുള്ളേ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ ഡെയിലി വ്ളോഗ് ഞാൻ മാക്സിമം ഞാൻ കാണിക്കലുണ്ട്. എങ്ങനെയാണ് എൻ്റെ ഡേ പോകുന്നത്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ അതും ഞാൻ കാണിക്കലുണ്ട്. യെസ്, അങ്ങനെ. പിന്നെ മനുഷ്യന്മാരെപ്പോഴും സന്തോഷത്തോടെ നല്ലത് ഇരിക്കുന്നത്. സങ്കടങ്ങളും ഉണ്ടാവും, സന്തോഷങ്ങളും ഉണ്ടാവും. അങ്ങനെ പണ്ടൊക്കെ ഞാൻ ഈ സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഭയങ്കരമായിട്ട് ഈ നമ്മളെ ഈ ഓരോരോ കോട്ട് ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇടും, സ്റ്റാറ്റസ് ഇടും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്തിനാ മറ്റുള്ളവരെ അറിയിക്കണേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരൂലേ. അപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് ഡെയിലി വ്ളോഗ് ഇടുക, ഡെയിലി ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ മൂഡ്, നമ്മൾ ഒരുപോലെ ആയിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് തോന്നില്ലല്ലോ. അപ്പം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെന്താ, തന്നെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറില്ലേ, നമ്മുടെ ആ നെയ്ച്ചോറിൻ്റെ അരിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇനി റെഡി ആവുന്നത് നമ്മുടെ സലാഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. വേറൊന്നുമില്ല, ഇച്ചിരി ഉള്ളിയും ഇച്ചിരി തക്കാളിയും തൈരും ഉപ്പും ഇട്ടിട്ടുള്ളൊരു സാധനം എൻ്റെ ഉമ്മ പണ്ടുണ്ടാക്കി. എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ വെണ്ടയ്ക്ക, നമ്മളെ നാട്ടിൽ വെണ്ടയ്ക്ക വിഴുക്കെന്ന് പറയും, ചില ആൾക്കാർ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും. ആ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ എൻ്റേതായ രീതിയിൽ എനിക്കത് ഇഷ്ടമാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ വീഡിയോസും കാര്യങ്ങളും നമുക്ക് നോക്കി നോക്കാം. കാരണം ഞാൻ സ്റ്റാൻഡിലല്ല ഞാൻ എടുക്കണം, ഞാൻ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ട് എടുക്കണത്. ഇപ്പം പറ്റുന്ന രീതിയിൽ ഞാൻ ഇടുന്നുണ്ട്. ബാക്കി ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് വരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് ഇച്ചിരി ഭയങ്കര എന്താ പറയുക, ഈ മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് കുറച്ചിങ്ങനെ കട്ടിയുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ലൂസായി വന്നൊന്നിതാകുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് തേങ്ങ, മസാലപ്പൊടിയൊക്കെ ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കലുള്ള കേട്ടോ. ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇവിടെ പാത്രം കഴുകുന്ന പരിപാടിയിലാണ്. അവിടെ കുറച്ച് ചോറ് ഇട്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് കുറേ ദിവസം കഴിക്കാനുള്ളത്. അങ്ങനെ ഓരോരോ പാത്രത്തിൽ നമ്മൾ ആക്കി വെക്കുവാണ്. ഒരു മുട്ടയും കൂടി പൊരിച്ച് കഴിക്കാണ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ എന്തായിരുന്നു എൻ്റെ പേര്, മുട്ടയുണ്ട്, കാണുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടയുണ്ട്. പിന്നെ സാലഡ് ഞാൻ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കറി എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു
എന്താ പറയുക, ഒരു മെഴുക്ക് പുരട്ടിയാണ്. എന്നാൽ ഞാൻ ഇതിൽ തൈരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏത് ഫുഡിലും തൈര് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ തൈരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും വെച്ച് കഴിക്കണം. അപ്പം ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക, ഞാൻ തന്നെ കഴിക്കുക. അപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്കൊരു 1 വീക്കോളം എനിക്ക് ഈ ഫുഡൊക്കെ പോകും. ചില ആൾക്കാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ. ഞാനൊരു ഫുഡ് ഏകദേശം ഒരു 5 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒരാഴ്ച ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി ഫുഡ്. പിന്നെ ഞാൻ പുറത്തുനിന്നും മേടിച്ച് കഴിക്കാറുണ്ട്. എന്നാലും കൂടുതലും ഞാൻ ഉണ്ടാക്കൽ കുറവാണ്. ഭയങ്കരമായിട്ട് ഉണ്ടാക്കൽ ഞാൻ കുറഞ്ഞിട്ട് കൂടുതലും പുറത്തുനിന്ന് കഴിക്കുന്ന പരിപാടിയാണ്. പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ ഇൻസ്റ്റ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ ഞാൻ ഒരുപാട് ഭയങ്കര ഫുഡ് ഇപ്പം കുറച്ചു. കാരണം കഴിക്കുന്ന അത്ര നല്ലതല്ല നമ്മളെ പുറത്തുള്ള ഫുഡ് മോശമാണെന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള കൂടുതലും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഭാവിയിൽ പ്രശ്നം വരാം. അപ്പം അത് ഞാൻ റിയലൈസ് ചെയ്തത് കൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കണത് വളരെ കുറഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ജിമ്മ് കുറച്ച് ദിവസമായിട്ട് ഞാൻ പോകുന്നില്ല. കാരണം ജിമ്മിൽ AC എന്തോ പ്രശ്നമായിട്ട് അവിടെ ജിമ്മ് ക്ലോസ്ഡ് ആണ്. അപ്പം അതിന് ഈ തുറക്കുമ്പോഴത്തേക്കും പോയി തുടങ്ങണം. ജിമ്മിൽ പോകാത്തതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, നമുക്കങ്ങനെ കഴിക്കാനൊന്നും, നമ്മൾ സത്യം പറയാലോ, നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്കങ്ങനെ വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ നമുക്കങ്ങനെ കഴിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉമ്മ ഉപ്പ ഞാനൊക്കെയുള്ള അങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അവരൊക്കെ ഈ സമയത്താണ് നമ്മൾ ശരിക്കും പറയില്ലേ, നമ്മൾ വേറൊരു നാട്ടിൽ പോയി ജീവിക്കുമ്പോഴാണ്, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് അവരുടെയൊക്കെ വാല്യൂ മനസ്സിലാവുമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെയൊക്കെ വാല്യൂ ഇല്ലേ, നമ്മൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം അറിയില്ല എന്നല്ല, നമ്മൾ കൂടുതലും മനസ്സിലാവും. ഉമ്മ പറയും ഇത് കഴിക്കുക അത് കഴിക്കുക, അവർ നല്ല ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കര മടിയായിരിക്കില്ല. അത് പറവയ്ക്ക് വിഷമം വരും, എന്നാലും ഭയങ്കര നമുക്ക് മടിയായിരിക്കും. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവണത്, എത്രത്തോളമാണ് നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് വെക്കേഷൻ ലീവായിട്ട്. അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ കുറേ കഴിക്കും, നമ്മൾ നല്ല തടിയും കൂടും. തടി കൂടുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടും. അപ്പോൾ അത് ഭയങ്കര ഒരു പരിപാടിയാണ്. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഈ പറഞ്ഞതുപോലെ വെച്ച് കഴിക്കൽ കുറവാണ്. പക്ഷെ വെച്ച് കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഉമ്മാനെ ഉപ്പാനെയൊക്കെ ഇങ്ങനെ ഓർക്കും. എൻ്റെ ഉമ്മായും എൻ്റെ ഉപ്പായും നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കും. എൻ്റെ വാപ്പച്ചി ഷെഫായിരുന്നു ഇവിടെ UAE-യിൽ. എൻ്റെ ഉമ്മ എന്താ പറയുക, അതുപോലെ തന്നെ എൻ്റെ ഉമ്മായും ഭയങ്കര ഫുഡ് ഉണ്ടാക്കണതിൽ ഭയങ്കര എന്താ പറയുക നല്ല ഇഷ്ടമാണ്. എൻ്റെ ഫാമിലിയൊക്കെ പറയും എൻ്റെ ഉമ്മ ഉണ്ടാക്കണ ഫുഡ് ഭയങ്കര ടേസ്റ്റാന്നുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടെ, ഞാൻ ഇതുവരെ കഴിച്ചില്ല, എന്നാലും വേറൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുറത്ത് പോയിട്ട് ഈ ഫാമിലീസിൻ്റെ, എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, ഈ ഫാമിലീസിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ്. എനിക്കിപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിൻ്റെ ഉമ്മുമ്മ ഉപ്പുപ്പ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ, അങ്ങനെയൊക്കെ നമുക്ക് കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ നല്ല കഴിക്കും. അപ്പോൾ എൻ്റെ ഉമ്മ പറയും ഇതെന്താ ഫുഡ് കാണാത്ത പോലെയാണല്ലോ കഴിക്കുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും ഉണ്ടാക്കി കൊടുത്ത് എന്താണെന്നറിയില്ല, നമുക്ക് വേറെ വീട്ടിൽ പോയി കഴിക്കുമ്പോഴത്തേക്കും വേറെ ടേസ്റ്റ് ആണല്ലേ, നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ്. ഇത് ഭയങ്കര ലോങ് ആയി ഞാൻ ഈ വീഡിയോ പറയണത്, എന്നാലും ഞാൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഫുഡ് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ടേസ്റ്റ് കൊള്ളാവോ എന്നുള്ളത് ആർക്കും ചോദിക്കാനൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ കഴിക്കൂ അങ്ങനെ. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ഞാൻ ഇത് നമ്മളെ ഇവിടുത്തെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മേടിച്ച റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറില്ലേ അതിൻ്റെ റൈസാണ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. അച്ചാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ, അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. കുറച്ച് ഉള്ളിയൊക്കെ ആയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കലല്ല കേട്ടോ. അപ്പം
ചിക്കൻ കറി ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിലും ചപ്പാത്തി കഴിക്കുകയാണെങ്കിലും നമുക്ക് ദോശത്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം. ഞാൻ ഈ കറി ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. എൻ്റെ ഉമ്മ ഇത് വിഴുക്ക് പുരട്ടിയായിട്ട് ഈ മസാലയൊന്നും ഇടാണ്ട് ഉണ്ടാക്കും. എനിക്കതും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു കുക്കിംഗ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും കുക്കിംഗ് വ്ളോഗ് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാനൊരു കുക്കിംഗ് വ്ളോഗ് ഇട്ടപ്പോൾ. അപ്പം ഞാൻ കരുതി തന്നാൽ പിന്നെ ഒരു കുക്കിംഗ് വ്ളോഗ് ആവാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കുക്കിംഗ് വ്ളോഗ് എടുത്തത് കേട്ടോ. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് എത്രത്തോളം എനിക്ക് ഈ വീഡിയോസ് എടുക്കണത് ഞാൻ അങ്ങനെ അതായി വരുന്നേ ഉള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എന്നുള്ളത് പറയുക. നിങ്ങൾ വേറെ എന്തൊക്കെ ടൈപ്പ് വീഡിയോ വേണം എന്നുള്ളത്, വർക്കൗട്ടിൻ്റെ വീഡിയോ ഞാൻ ഇടാം, കാരണം ജിമ്മ് തുറന്നതിന് ശേഷം വേറെ എന്തൊക്കെ വീഡിയോ വേണം എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. പിന്നെ ഡെയിലി ഇട്ട് ഞാൻ വേർപ്പിക്കാത്തത് നിങ്ങൾ എന്താ പറയുക, എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പം ഞാൻ 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് വയറുവേദന അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇൻഷാല്ലായിട്ടാട്ടോ വീഡിയോ. പിന്നെ ഓൾറെഡി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.